വെൽക്കം ടു ധ്യാൻസ് വേൾഡ്. എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കിങ് ഫിഷ് ഇല്ലേ, കിങ് ഫിഷ് ഐക്കുറ ഇല്ലേ, നെയ്മീൻ അതിലൊന്നല്ലേ ആണെന്ന് തോന്നുന്നു. അത് ഓൾറെഡി ഞാൻ മസാല ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തൊട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്, സോറിയേ. പിന്നെ 2 തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള, മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു സൈസിലുള്ള 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത അതേ പാനിൽ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. സെയിം പാനിൽ തന്നെ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഒന്നും മാറ്റണ്ട. അത് തന്നെ ഇട്ട് മസാല സോൾട്ട് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് നമുക്ക് പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഞാൻ ഉപയോഗിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, നെല്ലറയുടെയാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ലതാണ്, കുഴപ്പമില്ല കേട്ടോ. അതങ്ങെടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് നമ്മുടെ എന്താ പറയുക, ഉള്ളി നല്ലതായിട്ട് വഴണ്ട് വരണം കേട്ടോ. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ തന്നെ ഇരിക്കുക, ഞാൻ വേറെ പാത്രത്തിലാക്കിയില്ല. ഓക്കെ, അത് ചേർത്ത് നല്ലതായിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 10 മിനിറ്റ് നല്ല ഒരു തീയിലിട്ട് നല്ലതായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രഷ് യോഗാട്ട്, ഇത് യോഗാട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 1 സ്പൂണ്. നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് പുളിയുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് തൈരും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കുക്ക് ചെയ്യുന്ന ടൈമിലെല്ലാം നമ്മൾ തീ ഇപ്പോൾ കുറച്ച് വേണം വെക്കാൻ, ഇതിൽ കൂടുതൽ വെക്കരുത്. തൈര് 1 സ്പൂൺ തൈര് ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. തീ നല്ലതായിട്ട് കുറച്ച് വെക്കണേ. എന്നിട്ട് തന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി അതിനൊഴിച്ച് അതും കൂടെ ഇട്ട് ഇളക്കി നല്ലതായിട്ട് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് അതിനകത്ത് പിന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഇളക്കണേ. മല്ലിയിലയും പുതിനയിലയും ഒരു പിടി, നമുക്ക് നമ്മുടെ ഒരു കൈയിൻ്റെ ഒരു പിടി അനുസരിച്ച് ചേർക്കുക. അതിനകത്തോട്ട് കുറച്ച് പെപ്പർ ചേർക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, എല്ലാ ആവശ്യത്തിനും. നമ്മൾ ഒരു 4 ഫിഷ് കറി വെക്കാൻ എത്രമാത്രം പൊടിയെടുക്കുന്നു അതിൽ നിന്ന് ഒരു കുറച്ചിട്ട് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടേക്കുന്നത്. ഇനി ഗരം മസാല കുറച്ച് ചേർക്കുക. ഇനി ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കണ്ട. മുളക് പൊടി ഇച്ചിരി ചേർത്തിട്ട് പിന്നെ ബിരിയാണി മസാലയും കൂടെ ചേർത്താൽ മതി. ഗരം മസാലയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നല്ലതായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ, സോൾട്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ അരി വേവിച്ച് കേട്ടോ. ബിരിയാണിക്കുള്ള റൈസ് ഞാൻ വെള്ളം തിളപ്പിച്ച് വേവിച്ച് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. പക്ഷേ ഫിഷ് ഞാനിപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ച് കൈ കൊണ്ടെടുത്തപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്. പൊട്ടിപ്പോയി. അത് നമ്മൾ നമ്മുടെ ഇതില്ലേ, നമ്മുടെ എന്താ പറയുക തവിയില്ലേ, ഈ സാധനം, ഈ തവി കൊണ്ട് തന്നെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീ കുറച്ചിടണേ. തീ കൂട്ടി ഒരിക്കലും ഇടില്ല, അടി കരിയും, മസാല പെട്ടെന്ന് കരിയും. ഞാൻ പറഞ്ഞില്ലേ, അരി ഓൾറെഡി ഞാനിവിടെ വേവിച്ച് വെച്ചിരുന്നു. ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് റൈസ് ഞാൻ യൂസ് ചെയ്ത റൈസ് ഇതാണ്. അതിനകത്ത് നമ്മുടെ ബേ ലീഫ് ഉണ്ട് കണ്ടോ, ബേ ലീഫാണ് കിടക്കുന്നത്. ബേ ലീഫും പെപ്പറും ക്ലൗവ് അതെല്ലാം ഇട്ടിട്ടാണ്, കാടമണ, പിന്നെന്താ വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ, സ്റ്റാർ സീഡ്, അതെല്ലാം കൊണ്ട് ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ടാണ് അരിയിട്ട് വെന്തൂറ്റി വെച്ചത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഉണ്ട്, ഫിഷ് മസാലയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി
ആ വെന്ത റൈസ് അതിലോട്ട് ഇട്ട് വെക്കാം. റൈസ് കുറേശ്ശെ അതിനകത്ത് ഇങ്ങനെ വിതറിയിടണം കേട്ടോ. സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടണം. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയും ഇടുകയും കൂടി ചെയ്യുന്നുണ്ട്. ഭയങ്കര പാടാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്. എൻ്റെ ഓഫീസിലെ മറ്റേ കൊളീഗ് ഉണ്ടല്ലോ, ഫിലിപ്പിനോ മൈലിൻ എന്ന് പറയുന്ന ആൾക്ക് ഫിഷ് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. പക്ഷെ അവൾക്ക് നമ്മുടെ മസാല പറ്റത്തില്ല, ഇവർക്ക് എരി പറ്റത്തില്ലല്ലോ. അവൾ ആ എരി കാരണം അവൾ അത്ര കഴിച്ചില്ല. അത് കുറച്ചേ കഴിച്ചു, റൈസ് മാത്രമേ കഴിച്ചുള്ളൂ. ഫിഷ് മസാല അവൾക്ക് പറ്റിയില്ല. തീ എന്നിട്ട് നല്ലതായിട്ട് കുറച്ച് വെക്കണം, കാരണം നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് മണമൊക്കെ ഒന്ന് അരിക്കകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി നല്ലതായിട്ട് കട്ടി കുറച്ചെടുത്ത് അതും ഫ്രൈ ചെയ്ത് കിസ്മിസും കാഷ്നട്ടും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫോൺ എൻ്റെ ഇപ്പം കാഷ്നട്ട് വറക്കാൻ പോയിട്ട് ഫോണിപ്പം എണ്ണയ്ക്കകത്ത് വീഴണ്ടായിരുന്നു. ഫോൺ ഫ്രൈ ആയേനെ ഇപ്പം. അങ്ങനെ കാഷ്നട്ടും അതിനകത്തോട്ടിട്ട് കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കും. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലിനകത്താണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത്. കാരണം നമ്മൾ നെയ്യ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നെയ്ക്കകത്തായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് അത്ര ഒരു എന്താ പറയുക, അമൃതധികമായാലും വിഷമാവെന്ന് പറയുന്നതിൻ്റെ കൂട്ടെ ഒത്തിരി നെയ്യങ്ങായാലും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ആവശ്യത്തിൽ കൂടുതലായാലേ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇത് ഇത്രയും ഫ്രൈ ആയാൽ മതി. ഗ്യാസ് നിർത്തിക്കും, സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇച്ചിരി ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. ഇച്ചിരി ഗരം മസാല, പിന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്, ഓനിയൻ, കിസ്മിസ് എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അത് ഓനിയൻ അങ്ങ് കട്ടി പിടിച്ച് കൂട്ടായിപ്പോയി അവിടെ എടുത്ത് വെച്ച്. അതും എടുത്ത് അങ്ങോട്ടിട്ട് കുറച്ച് ഇത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞുണ്ട്, അതും അതിൻ്റെ മണ്ടയ്ക്കോട്ട് വിതറിയിടണം. ആദ്യമായിട്ട് വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നതിനായിട്ടുള്ള പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ക്ഷമിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തന്ന് ഞാനത് തിരുത്തും. ഫുൾ സപ്പോർട്ട് വേണം, ഉപേക്ഷ വിചാരിച്ച് തള്ളിക്കളയരുത്. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗീ. നാട്ടിൽ ഞാൻ നെയ്യ് കൊണ്ടുവന്നായിരുന്നു, പക്ഷേ അത് തീർന്നു. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോഴും അമ്മ പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞു, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നതാണ്. കുറച്ച് നെയ്യും കൂടെ അതിനകത്ത് ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ചെറിയ തീര് വെക്കണേ. പിന്നെ ഇത് നമുക്ക് സലാഡ്, റൈത്ത ഉണ്ടാക്കാൻ വേണ്ടി കുക്കുംബർ, ക്യാരറ്റ്, ഒനിയൻ, നമ്മുടെ എന്താ പറയുക കൊറിയാണ്ടർ ലീഫ് ഇതെടുത്തിട്ട് അതിലോട്ട് അത് നമുക്ക് ഈ ബൗളിനകത്തോട്ട്, ഈ പ്ലാസ്റ്റിക് ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഉപ്പും തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് സലാഡ് റെഡിയാക്കാം. പപ്പടവും അച്ചാറും ഒന്നും ഇല്ല കേട്ടോ, കാരണം പെട്ടെന്ന് വിചാരിച്ച് റെഡിയാക്കി. തലേദിവസം ഇന്നലെ പോയി മീനും മേടിച്ച് വൈകിട്ട് മേടിച്ച് പെട്ടെന്ന് റെഡിയാക്കി. പക്ഷേ അപ്പോൾ അച്ചാറൊന്നുമില്ല. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടപ്പോൾ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ട്രാവൽസിലെ പുള്ളി വിളിച്ചു പറഞ്ഞു, രശ്മി അച്ചാറൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അവരെടുത്ത് കളയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ചാറൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് നാട്ടിൽ. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണിയും റെഡിയായി, റൈത്തയും റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.